ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. നയൻതാരയ്ക്കെതിരെ പൊതുവേദിയിൽ ലൈംഗിക ചുവയോടുള്ള പരാമർശം നടത്തിയ സംഭവത്തിൽ നടൻ രാധാരവിയെ DMK സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നയൻതാരയുടെ ഏറ്റവും പുതിയ ചിത്രമായ കൊലയുതിർക്കാലം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കുന്ന ചടങ്ങിൽ വെച്ചായിരുന്നു രാധാരവിയുടെ വിവാദ പ്രസംഗം. പൊള്ളാച്ചി പീഡന സംഭവത്തെക്കുറിച്ചും നടി നയൻതാരയ്ക്കെതിരെയും താരം ലൈംഗിക ചുവയോടെ പരാമർശം നടത്തുകയായിരുന്നു. നയൻതാര പ്രേതമായിട്ടും മുൻപ് തെലുങ്കിൽ സീതയായിട്ടും അഭിനയിക്കുന്നു. മുൻപ് KR വിജയ് പോലെ മുഖത്ത് നോക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുന്നവരാണ് സീതയായി അഭിനയിച്ചിരുന്നത് എന്ന് പറഞ്ഞ ശേഷമായിരുന്നു നയൻതാരയ്ക്കെതിരെ താരത്തിന്റെ അശ്ലീല പരാമർശം. രാധാരവി പറഞ്ഞത് ഇങ്ങനെയാണ്: തമിഴ്നാട്ടിലെ ജനങ്ങൾ എല്ലാം പെട്ടെന്ന് മറക്കുന്നവരാണ്. അതുകൊണ്ടാണ് നയൻതാരയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്കും അപ്പുറം അവർ ഇപ്പോഴും താരമായിരിക്കാൻ കാരണം. തമിഴിൽ പ്രേതമായും തെലുങ്കിൽ സീതയായും നയൻതാര അഭിനയിക്കുന്നു. ഇപ്പോൾ അഭിനയിക്കുന്നവർക്ക് എന്ത് തന്നെയായാലും ഇതൊന്നും കുഴപ്പമില്ല. ആർക്കും ഇവിടെ ഇപ്പോൾ സീതയാകാമെന്ന അവസ്ഥയിലാണെന്നും രാധാരവി പറഞ്ഞു. എന്റെ കാലത്ത് KR വിജയ് പോലുള്ള നടിമാരാണ് സീതയുടെ വേഷം ചെയ്തിരുന്നതെന്നും താരം വ്യക്തമാക്കി. താരത്തിന്റെ വ്യക്തിജീവിതത്തെ കൂടി കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ചിത്രം പൂർണ്ണമായും ലണ്ടനിൽ ചിത്രീകരിച്ചതിനെയും അദ്ദേഹം പരിഹസിച്ചു. തുടർന്ന് ഗായിക ചിന്മയി, സംവിധായകൻ വിഘ്നേഷ് ശിവൻ തുടങ്ങിയവർ നടനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. പൊള്ളാച്ചി പീഡനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരാമർശവും ഇങ്ങനെയായിരുന്നു: എന്താണ് വലിയ സിനിമയും ചെറിയ സിനിമയും തമ്മിലുള്ള വ്യത്യാസം? ഒരാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ അത് ചെറിയ ചിത്രം. പൊള്ളാച്ചിയിലേതുപോലെ 40 പേർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ അത് വലിയ ചിത്രം. നയൻതാരയ്ക്കെതിരെയുള്ള രാധാരവിയുടെ വാക്കുകൾ ഇപ്പോൾ നയൻതാര ഫാൻസിനെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ പലരും ഇപ്പോൾ ചോദ്യം ഉന്നയിക്കുന്നു: നയൻതാര പോലുള്ള നടിക്ക് എന്തുകൊണ്ട് സീതയാവാൻ പറ്റില്ല എന്ന്. എല്ലാം കഥാപാത്രമല്ലേ എന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.